ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ സ്നാക്കും ആയിട്ടാണ്. ഈദ് കാലത്തൊക്കെ ഒരുപാട് ബ്രെഡിൻ്റെ സൈഡൊക്കെ ബാക്കി വരും അല്ലേ. ബ്രെഡ് കൊണ്ട് റോൾ ഉണ്ടാക്കാനും സ്നാക്ക് ഉണ്ടാക്കാനൊക്കെ സൈഡ് മുറിച്ച് കളഞ്ഞിട്ടായിരിക്കും നമ്മൾ എടുക്കാറുള്ളത്. എന്നിട്ട് അത് ചിലപ്പോൾ കളയായിരിക്കും പതിവ്. ഇനി കളയണ്ട, അതുകൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് ബ്രെഡിൻ്റെ സൈഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക. ഇത് 240 ml കപ്പിൽ 1.5 കപ്പ് വരും. ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാൻ ചൂടാക്കി എടുക്കുക. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് 1 തണ്ട് കറിവേപ്പില 2ആയിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. സവാളയുടെ നിറം മാറി വരണം, ബ്രൗൺ നിറം ഒന്നും ആയി വരണ്ട. സവാളയുടെ നിറം മാറി വന്നിട്ടുണ്ട്. തീ സിമ്മിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. മുളക് പൊടിയുടെയൊക്കെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുക. പൊടിയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 100 ഗ്രാം ചിക്കൻ വേവിച്ചിട്ട് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പും മുളകും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടാണ് വേവിച്ചെടുത്തത്. ചിക്കന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 100 ഗ്രാം വെജിറ്റബിൾസ് ചേർത്താലും മതി. ക്യാരറ്റ്, ഗ്രീൻ പീസ്, ബീൻസ് ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെജിറ്റബിൾസ് ചേർക്കുമ്പോൾ വേവിച്ചല്ല ചേർക്കുന്നെങ്കിൽ അത് വേവുന്ന വരെ വേവിച്ചെടുക്കുക. ഇനി ചിക്കൻ വേവാനൊന്നുമില്ല. അപ്പോൾ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ബ്രെഡ് മുറിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലാസ്റ്റായിട്ട് ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് ഇളക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഇനി മിക്സിയുടെ ജാറിലോട്ട് 5 മീഡിയം സൈസ് മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടി പോവരുത്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വെള്ളം, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. വെള്ളം കൂടി പോവരുത്. മിക്സിയിൽ അടിച്ചെടുത്തത് നമുക്ക് ബ്രെഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ നോക്കുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്. ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക. നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ്. ഇതിലോട്ട് ബ്രെഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. മോൾ ഭാഗം നിരപ്പാക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിലോട്ട് ഒരു ദോശക്കല്ലോ അല്ലെങ്കിൽ ഒരു പാനോ വെച്ച് കൊടുക്കുക. തീ മീഡിയത്തിലാണ് വയ്ക്കേണ്ടത്. ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ പാൻ വെച്ച് കൊടുക്കുക. ഇനി ഇത് 20 മുതൽ 25 മിനിറ്റ് വരെ എടുക്കും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. വേവിൻ്റെ സമയം നമ്മുടെ സ്റ്റൗവിൻ്റെ ചൂടും പിന്നെ നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആണോ എടുക്കുന്നതൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ 25 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നോക്കുക വെന്തോന്ന്. ഇല്ലെങ്കിൽ കുറച്ചും കൂടെ സമയം വെച്ചിട്ട് വേവിച്ചെടുക്കുക. തീ കൂട്ടിയിടരുത്, എന്നാൽ അടിയിൽ പിടിക്കും. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മോൾ ഭാഗം കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അകമൊക്കെ വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ടൂത്ത് പിക്കോ അല്ലെങ്കിൽ പപ്പടം കുത്തിയോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. ഇപ്പോൾ അതാ ഒന്നും പിടിച്ചു വരുന്നില്ല, വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡ് ഒന്ന് കത്തി കൊണ്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വേറൊരു പാനിലോട്ട് ഇത് ഇട്ട് കൊടുക്കുക. മോൾ ഭാഗം ഒന്ന് 5 മിനിറ്റ് വേവിച്ചെടുക്കുക. അധിക സമയമൊന്നും വേണ്ട. 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ സെർവ് ചെയ്യുന്ന പാത്രത്തിലോട്ട് മാറ്റുക. അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ സോസും മയണൈസും ഒക്കെ വിളമ്പാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, കേക്ക് പോലെയൊക്കെ ഇരിക്കും. ഇനി ബ്രെഡിൻ്റെ സൈഡൊന്നും കളയാതെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇത് ഇഫ്താറിന് വിളമ്പാം, 4 മണിക്ക് ചായയോടൊപ്പം കഴിക്കാം, ഡിന്നറായിട്ടും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.